ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ബിസിനസ്സുകാരന് ജി എസ് ടിയിൽ എത്ര രീതിയിൽ രജിസ്ട്രേഷൻ എടുക്കാമെന്നാണ്. ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് രണ്ട് രീതിയിൽ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാം. റെഗുലർ സ്കീമിലും എടുക്കാം രജിസ്ട്രേഷൻ, കോമ്പോസിഷൻ സ്കീമിലും എടുക്കാം. ഇനി എന്താണ് റെഗുലർ സ്കീമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഗുലർ സ്കീമിൽ ഏതൊരു വ്യക്തിക്കും, അതായത് 0 മുതൽ അങ്ങ് അനന്തമായ അഗ്രഗേറ്റീവ് ടേൺ ഓവറുള്ള ഏതൊരു വ്യക്തിക്കും ജി എസ് ടിയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. എന്നാൽ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത് വളരെ വരുമാനം കുറഞ്ഞിരിക്കുന്ന ബിസിനസ്സുകാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെയൊരു സ്കീം നടപ്പിലാക്കിയിരിക്കുന്നത്. കോമ്പോസിഷൻ സ്കീം സാധാരണ രീതിയിൽ വരുമാനം കുറഞ്ഞിരിക്കുന്ന സ്മാൾ ഓർ മീഡിയം സ്കെയിൽ ബിസിനസ്സുകാരെ ആണ് ഈ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ പ്രത്യേകതകളാണ് ഇതിനുള്ളതെന്ന്. റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഗവൺമെൻറ് GST ആക്ട് സെക്ഷൻ 9 പ്രകാരമാണ് GSTയിൽ രജിസ്ട്രേഷൻ എടുക്കുന്നത്. കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാർ കോമ്പോസിഷൻ സ്കീം സെക്ഷൻ 10 പ്രകാരം ക്ലൗസ് 1 പ്രകാരമാണ് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുന്ന ഈ രണ്ട് സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന വ്യക്തികൾ ഏതൊക്കെ രീതിയിലുള്ള പ്രൊഡക്റ്റാണ് വിൽക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അവർ വിൽക്കുന്ന പ്രൊഡക്റ്റ് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ അവർക്ക് GSTയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കും. ഓക്കെ. എന്നാൽ കോമ്പോസിഷൻ സ്കീമിലാണെങ്കിൽ ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാർക്ക് മാത്രമേ GSTയുടെ അകത്ത് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഹോട്ടൽ, പിന്നെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ചില അതർ സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാർക്കും ഹോട്ടൽ സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാർക്കും GSTയുടെ അകത്ത് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. എല്ലാ സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാർക്കും കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുകയില്ല. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവർ ലിമിറ്റേഷൻ ഇല്ലാതെ തന്നെ റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാം എന്നുള്ളതാണ് റെഗുലർ സ്കീമിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്നാൽ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഞാൻ പറഞ്ഞിരുന്നു, കോമ്പോസിഷൻ സ്കീമിൽ നോർമലി വരുമാനം കുറഞ്ഞിരിക്കുന്ന ബിസിനസ്സുകാരും അതുപോലെ തന്നെ മീഡിയം സ്കെയിൽ ബിസിനസ്സുകാരാണ് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ കോമ്പോസിഷൻ സ്കീം രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവറിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാരാണ് എങ്കിൽ അവരുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 1.5 കോടി രൂപയിൽ താഴെയായിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ ചില സ്പെഷ്യൽ കാറ്റഗറൈസ്ഡ് സ്റ്റേറ്റുകളിൽ ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാരാണ് എങ്കിൽ അവരുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 75 ലക്ഷം രൂപ താഴെയായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലൈക്ക് അരുണാചൽ പ്രദേശ്, സിക്കിം, ത്രിപുര, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം തുടങ്ങിയ സ്റ്റേറ്റിലെ ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാരാണെങ്കിൽ അവർ എന്തായിരിക്കണം, അവരുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവർ 75 ലക്ഷം രൂപ താഴെയായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാരാണെങ്കിൽ കോമ്പോസിഷൻ സ്കീമിൽ ഏത് സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാരും രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കും. എന്നാൽ റെഗുലർ GST രജിസ്ട്രേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും ഏത് സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരനായിക്കോട്ടെ അയാൾക്ക് റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കും. ഇനി സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരനാണ്, അയാൾ റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് ഏത് സർവീസ് വിറ്റാലും അല്ലെങ്കിൽ അയാളുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഏത് സർവീസ് ആയിക്കോട്ടെ വിൽക്കുന്നത് അയാൾക്ക് റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കും. എന്നാൽ കോമ്പോസിഷൻ സ്കീമിൽ ആണ് എങ്കിൽ ചില സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാർക്ക് മാത്രമേ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഈ ചില സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാരുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയിൽ താഴെ വന്നാൽ മാത്രമേ ആ രീതിയിലുള്ള ബിസിനസ്സുകാർക്ക് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാരുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ താഴെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഗുലർ രജിസ്ട്രേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാർ അവർ വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ സർവീസിൻ്റെയോ സ്വഭാവം അനുസരിച്ചായിരിക്കും ഗവൺമെൻറ്റിലേക്ക് ആ പ്രൊഡക്റ്റിൻ്റെയും അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. അല്ല എങ്കിൽ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരും വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആകാം, അല്ലെങ്കിൽ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള പ്രൊഡക്റ്റ് ആകാം, ലക്ഷറി പ്രൊഡക്റ്റ് ആകാം, അല്ലെങ്കിൽ എന്താണ്
ഹൈലി നെസസറി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആക്കാം. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളുടെ സ്വഭാവം അനുസരിച്ച് ആ പ്രൊഡക്റ്റിൻ്റെ വിലയിലായിരിക്കും GSTയുടെ ടാക്സ് സ്ലാബ് അല്ലെങ്കിൽ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുന്നത്. അതനുസരിച്ചായിരിക്കും ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ നിന്നും അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റിൽ നിന്നുമായിരിക്കും ടാക്സ് കളക്ട് ചെയ്യുന്നത്. അതായത് സർവീസിൻ്റെ സ്വഭാവം അനുസരിച്ച് അത് ഏത് GST ടാക്സ് സ്ലാബിൽ അല്ലെങ്കിൽ ടാക്സ് റേറ്റിൽ വരുന്നു എന്ന് ക്ലാസിഫൈ ചെയ്ത് അതാത് പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ നിന്നോ അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റിൽ നിന്നോ ആയിരിക്കും ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ. എന്നാൽ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ്റെ സ്വഭാവം അനുസരിച്ച് അയാളുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അഗ്രഗേറ്റീവ് ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ആയിരിക്കും ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി റെഗുലർ സ്കീമിൽ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ അയാളുടെ പ്രൊഡക്റ്റിൻ്റെ മേലോ അല്ലെങ്കിൽ സർവീസിൻ്റെ മേലോ അപ്ലൈ ചെയ്യുന്ന ടാക്സ് സ്ലാബ് എന്ന് പറയുന്നത് 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെയാണ്. ഓക്കെ. എന്നാൽ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ അയാളുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവറിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ആണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് ബിസിനസ്സുകാരൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും ഈ അഗ്രഗേറ്റീവ് ടേൺ ഓവറിനെ അടിസ്ഥാനമാക്കിയുള്ള ടാക്സ് റേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പം കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മാനുഫാക്ചർ ബിസിനസ് ആയിക്കോട്ടെ, ട്രേഡ് ബിസിനസ് ആയിക്കോട്ടെ, അയാളുടെ 3 മാസത്തെ അല്ലെങ്കിൽ അയാളുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവറിൻ്റെ 1% ആയിരിക്കും ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇങ്ങനെ പേ ചെയ്യുന്ന 1%-ൽ 0.5% സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ടാക്സ് ആയിട്ട് ചെല്ലും. ബാക്കിയുള്ള 5% അയാൾ സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് SGST ആയിട്ടും, ഇനി യൂണിയൻ ടെറിട്ടറി മേഖലയിൽപ്പെട്ട പാർട്ടിയാണെങ്കിൽ ബാക്കിയുള്ള 0.5% യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്കും ആയിരിക്കും ചെല്ലുന്നത് UTGST ടാക്സ് സിസ്റ്റമായിട്ട്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു ചില സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാർക്കും എന്ത് ചെയ്യാൻ പറ്റും, കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരനാണ്, അയാളുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവർ 50 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പൻസേഷൻ സ്കീം രജിസ്ട്രേഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഹോട്ടൽ വിൽക്കുന്ന ബിസിനസ്സുകാരൻ്റെ ഒരു കൊല്ലത്തെ അല്ലെങ്കിൽ അയാളുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവറിൻ്റെ 5% ആയിരിക്കും ഗവൺമെൻറ്റിലേക്ക് അയാൾ ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടത്. അങ്ങനെ പേ ചെയ്യുന്ന ടാക്സിലെ 2.5% CGSTയും ബാക്കിയുള്ള 2.5% അയാൾ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി മേഖലയിൽപ്പെട്ട ആളാണെങ്കിൽ UTGST ആയിട്ടും SGST ആയിട്ടും ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ചെല്ലും. ഓക്കെ. ഇനി അതർ സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരന്, അതായത് ഹോട്ടൽ സർവീസ് ഒഴിച്ച് ബാക്കി അതർ സർവീസ്, ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് സർവീസ് ആക്കാം, എഡ്യൂക്കേഷൻ സർവീസ് ആക്കാം, ആ രീതിയിൽ സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ അയാളുടെ വരുമാനം അഗ്രഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്ന ഒരു കൊല്ലത്തെ 50 ലക്ഷത്തിൻ്റെ താഴെയാണെങ്കിൽ ആ അഗ്രഗേറ്റീവ് ടേൺ ഓവറിൻ്റെ 6% ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യുന്നു. അതായത് 50 ലക്ഷത്തിൻ്റെ താഴെയുള്ള അതർ സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരന് കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ രജിസ്ട്രേഷൻ എടുക്കുന്ന കോമ്പൻസേഷൻ ഡീലറുടെ അതർ സർവീസ് വിളിക്കുന്ന കോമ്പൻസേഷൻ ഡീലറുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവറിൻ്റെ 6% ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് അയാൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. 3% എന്ന് പറയുന്നത് അങ്ങനെ പേ ചെയ്യുന്ന ടാക്സിൽ 6%-ൽ 3% സെൻട്രൽ ഗവൺമെൻറ് കൈകളിലേക്ക് ചെല്ലും. ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് അയാൾ യൂണിയൻ ടെറിട്ടറി മേഖലയിൽപ്പെട്ട ആളാണെങ്കിൽ UTGST ടാക്സ് ആയിട്ട് യൂണിയൻ ടെറിട്ടറി അതോറിറ്റിയുടെ കയ്യിലും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റിലാണെങ്കിൽ SGST ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് കൈകളിലേക്കും ചെല്ലുന്നു. ഓക്കെ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ആണ് എങ്കിൽ അയാൾ 3 രീതിയിലുള്ള ടാക്സ് റിട്ടേൺ ആണ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ 3 രീതിയിലുള്ള ടാക്സ് റിട്ടേൺ ആണ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഏതെങ്കിലും സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഓക്കെ. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം ഞാൻ എന്ത് ചെയ്യും, ആ സപ്ലയർക്ക് ടാക്സ് കൊടുക്കും. ഓക്കെ. ആ സപ്ലയർക്ക് പർച്ചേസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ബിസിനസ്സുകാരനായ ഞാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം അടയ്ക്കുന്ന ടാക്സ് ഷോ ചെയ്യുന്ന പർച്ചേസ് ടാക്സ് റിപ്പോർട്ട് അഥവാ GSTR 2 ഗവൺമെൻറ്റിലേക്ക് ഞാൻ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ഫസ്റ്റ് ടാക്സ് റിപ്പോർട്ട്. ഞാൻ ബിസിനസ്സുകാരനാണ്, ഞാൻ ഏതെങ്കിലും സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ ടാക്സ് സപ്ലയറുടെ കയ്യിൽ കൊടുക്കുന്നു, സപ്ലയർ മുഖേന ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു. പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ഏതൊരു ബിസിനസ്സുകാരും പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ടാക്സ് ഷോ ചെയ്യുന്ന പർച്ചേസ് ടാക്സ് റിപ്പോർട്ട് ഓർ ഔട്ട്പുട്ട് ടാക്സ് റിപ്പോർട്ട്. ഇതിന് മറ്റൊരു പേരാണ് GSTR 2 ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് റിപ്പോർട്ട് G2 എന്ന് പറയുന്നത്.
ഇനി മറ്റൊരു ടാക്സ് റിപ്പോർട്ടാണ് ഇങ്ങനെ ഞാൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് വിറ്റിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ഷോ ചെയ്യുന്ന റിപ്പോർട്ട് സെയിൽസ് ടാക്സ് റിപ്പോർട്ട് ഓർ ഇൻപുട്ട് ടാക്സ് റിപ്പോർട്ട്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഗുഡ്സ് ആൻഡ് ടാക്സ് റിപ്പോർട്ട് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് രീതിയിലുള്ള ടാക്സ് റിപ്പോർട്ട് ആയില്ലേ. ഇനി മറ്റൊരു റിപ്പോർട്ടാണ് സമ്മറി റിപ്പോർട്ട്. അതായത് എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ പർച്ചേസ് ചെയ്യുന്ന വഴി ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ടാക്സും അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്ന വഴി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സും ഷോ ചെയ്യുന്ന സമ്മറി ടാക്സ് റിപ്പോർട്ട്. അതിനെ വിളിക്കുന്ന പേരാണ് GSTR 3B. ഏതൊരു ബിസിനസ്സുകാരനും റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരനും ഈ 3 ടാക്സ് റിപ്പോർട്ട് മാസാമാസം ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ഇയാൾ ഫസ്റ്റ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ട ടാക്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. ഞാൻ എൻ്റെ ജൂൺ മാസത്തെ ടാക്സ് റിപ്പോർട്ടാണ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ ഫയൽ ചെയ്യേണ്ടത് ഞാൻ കസ്റ്റമേഴ്സിൻ്റെ ഗുഡ്സ് വിട്ടിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് ഷോ ചെയ്യുന്ന സെയിൽസ് ടാക്സ് റിപ്പോർട്ട് അഥവാ GSTR 1 ആണ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടത്. ഇത് ജൂൺ മാസത്തെയാണ് എങ്കിൽ പിറ്റേ മാസം ജൂലൈ മാസം 10-ാം തീയതിക്ക് മുമ്പ് ജൂലൈ മാസം 10-ാം തീയതിക്ക് മുമ്പ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്തിട്ടുണ്ടാകണം. ഇനി രണ്ടാമത്തെ ടാക്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഞാൻ റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. ഞാൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ എന്താണ് ടാക്സ് എമൗണ്ട് അയാളുടെ സപ്ലയർ മുഖേന ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നു. പർച്ചേസ് വഴി ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് ഷോ ചെയ്യുന്ന പർച്ചേസ് ടാക്സ് റിപ്പോർട്ട് അഥവാ GSTR 2 ഞാൻ ജൂൺ മാസത്തെയാണ് എങ്കിൽ അത് പിറ്റേ മാസം ജൂലൈ 15-ാം തീയതിക്ക് മുമ്പ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതുകൂടാതെ തന്നെ ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. എൻ്റെ ജൂൺ മാസത്തെ പർച്ചേസ് ടാക്സും അതുപോലെ തന്നെ സെയിൽസ് ടാക്സും ഒരുമിച്ച് ഷോ ചെയ്യുന്ന സമ്മറി റിപ്പോർട്ടായ GSTR 3B എന്ന് പറയുന്നത് പിറ്റേ മാസം ജൂലൈ 25-ാം തീയതിക്ക് മുമ്പ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും മന്ത്ലി 3 ടാക്സ് റിപ്പോർട്ട് വെച്ച് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യണം. അങ്ങനെ ഒരു കൊല്ലം 12 മാസമുണ്ട്. അയാൾ ഒരു കൊല്ലം ഓരോ മാസം 3 റിപ്പോർട്ട് വെച്ച് ഫയൽ ചെയ്യുന്നു. മൊത്തം 36 ടാക്സ് റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൂടാതെ ഒരു ആനുവൽ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടി വരും. അയാളുടെ ഒരൊറ്റ കൊല്ലത്തെ ഒരൊറ്റ ഫിനാൻഷ്യൽ ഇയറിൽ അയാളുടെ ബിസിനസ് സ്ഥാപനത്തിലൂടെ അയാൾ ഗവൺമെൻറ്റിലേക്ക് അടച്ച ടാക്സും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരുന്ന ടാക്സ് അതുപോലെ തന്നെ എന്താണ് മൊത്തം എത്ര ടാക്സ് അയാളുടെ ബിസിനസ് സ്ഥാപനത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഷോ ചെയ്യുന്ന അയാളുടെ ഒരു കൊല്ലത്തെ ആ ബിസിനസ് സ്ഥാപനത്തിലെ സർവത്ര ടാക്സ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആനുവൽ ടാക്സ് റിപ്പോർട്ട് ഇയാൾ പേ ചെയ്യണം. ഇങ്ങനെ മൊത്തം മന്ത്ലി പേ ചെയ്യുന്ന 3 ടാക്സ് റിപ്പോർട്ട് ഇൻറ്റു 12 മാസത്തെ ടാക്സ് റിപ്പോർട്ട് മൊത്തം എത്രയാണ് 36 ടാക്സ് റിപ്പോർട്ടും അതുകൂടാതെ ഒരു കൊല്ലത്തെ ആനുവൽ ടാക്സ് റിപ്പോർട്ടും അടക്കം ഗവൺമെൻറ്റിലേക്ക് റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ 37 ടാക്സ് റിട്ടേൺ ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, എന്നാൽ ഞാൻ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് എങ്കിൽ ഞാൻ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് 3 മാസം കൂടുമ്പോൾ മാത്രം ഫയൽ ചെയ്താൽ മതി. അങ്ങനെ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ ക്വാർട്ടർലി പേ ചെയ്യുന്ന ടാക്സ് റിപ്പോർട്ടിൻ്റെ പേരാണ് GSTR 4 ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് റിപ്പോർട്ട് 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ എന്താണ് 3 മാസം കൂടുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് റിപ്പോർട്ട് ഫയൽ ചെയ്യണം. അങ്ങനെ അയാൾ ഒരു കൊല്ലം 4 ക്വാർട്ടർ വെച്ചുകൊണ്ട് 4 ടാക്സ് റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യുന്നുള്ളൂ. അതുകൂടാതെ തന്നെ ഒരു ആനുവൽ ടാക്സ് റിപ്പോർട്ടും ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യണം. കോമ്പൻസേഷൻ സ്കീമിൽപ്പെട്ട ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ എല്ലാ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷോ ചെയ്യുന്ന ആനുവൽ ടാക്സ് റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ മൊത്തം 4 ക്വാർട്ടറിലെ ടാക്സ് റിപ്പോർട്ട് പ്ലസ് ഒരു ആനുവൽ റിപ്പോർട്ട് അടക്കം 5 ടാക്സ് റിപ്പോർട്ടാണ് കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റെഗുലർ സ്കീമിൽപ്പെട്ട ആളും അതുപോലെ തന്നെ കോമ്പൻസേഷൻ സ്കീമിൽപ്പെട്ട ആളും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നത് അവർ മാസം ഫയൽ ചെയ്യുന്ന ടാക്സ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. റെഗുലർ സ്കീമിൽപ്പെട്ട ഒരാൾ അയാളുടെ എല്ലാ ടാക്സ് റിപ്പോർട്ടും എല്ലാ മാസം ഫയൽ ചെയ്യുമ്പോൾ അതിന് ഹൈ എക്സ്പെൻസ് ഉണ്ടാകുന്നു. എന്നാൽ കോമ്പൻസേഷൻ സ്കീമിൽപ്പെട്ട ഒരാൾ ആണെങ്കിൽ അവൾ ക്വാർട്ടർലി കേവലം ഒരേ ഒരു ടാക്സ് റിപ്പോർട്ട് മാത്രം ഫയൽ ചെയ്താൽ മതി. അപ്പോൾ വളരെയധികം എക്സ്പെൻസ് കുറവായിരിക്കും. ഇത് തന്നെയാണ് റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പൻസേഷൻ സ്കീമിനെ മാറ്റി നിർത്തുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി
അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ സ്കീമിൽപ്പെട്ട ആളായിക്കോട്ടെ കോമ്പോസിഷൻ സ്കീമിൽപ്പെട്ട ആളായിക്കോട്ടെ അവർ GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മസ്റ്റായിട്ട് എന്ത് കിട്ടും? ഒരു GST നമ്പർ കിട്ടും. ഓക്കെ, അത് മസ്റ്റായിട്ടും അവരുടെ കടയുടെ ഫ്രണ്ടിലോ അല്ല എങ്കിൽ അവർ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിലോ മസ്റ്റായിട്ടും ഷോ ചെയ്തിട്ടുണ്ടാകണം. ഇപ്പോൾ ഉദാഹരണം, ഞാൻ റെഗുലർ സ്കീമിൽ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ എനിക്ക് GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? GST നമ്പർ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ മസ്റ്റായിട്ടും എൻ്റെ കടയുടെ നെയിം ബോർഡിലോ അല്ല എങ്കിൽ ഞാൻ കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിലോ മസ്റ്റായിട്ട് എന്ത് ഷോ ചെയ്തിട്ടുണ്ടാകണം? എൻ്റെ GST നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ഇനി കോമ്പോസിഷൻ ഡീലർ ആണ് എങ്കിൽ ഞാൻ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് എങ്കിൽ എനിക്ക് എന്ത് കിട്ടും? GST നമ്പർ കിട്ടും. അതോടൊപ്പം തന്നെ ആ GST നമ്പർ എൻ്റെ കടയുടെ നെയിം ബോക്സിലോ അല്ലെങ്കിൽ ഞാൻ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിലോ ഷോ ചെയ്തിട്ടുണ്ടാകണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കോമ്പോസിഷൻ ഡീലർ ആണെന്നടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, കോമ്പോസിഷൻ സ്കീമിൽപ്പെട്ട ഒരാൾ GST നമ്പർ ഇൻവോയ്സിലും അതുപോലെ തന്നെ കടയുടെ നെയിം ബോക്സിലും മെൻഷൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എന്താണ്? ഞാൻ കോമ്പോസിഷൻ ഡീലർ എന്നുകൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ്, ഞാൻ GSTയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഞാൻ രജിസ്ട്രേഷൻ എടുക്കേണ്ട സമയത്ത് പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് GSTR CMB 01 അഥവാ GSTR രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം മാത്രം പൂരിപ്പിച്ച് കൊടുത്താൽ മതി. എന്നാൽ ഞാൻ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ GSTR 01 എന്ന GST ഫോം രജിസ്ട്രേഷനായിട്ട് ഞാൻ GSTR രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പം തന്നെ GSTR CMB 02 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം കൂടി പൂരിപ്പിച്ച് കൊടുക്കണം എൻ്റെ ബിസിനസ് സ്ഥാപനം കോമ്പോസിഷൻ സ്കീമിൽ GSTയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലുള്ള ഡിഫറൻസ് ഉള്ള റെഗുലർ സ്കീമിൽപ്പെട്ട ആളാണെങ്കിൽ GST രജിസ്ട്രേഷൻ 01 ആപ്ലിക്കേഷൻ ഫോം മാത്രം പൂരിപ്പിച്ച് കൊടുത്താൽ മതി. എന്നാൽ കോമ്പോസിഷൻ ഡീലർ ആണ് എങ്കിൽ GST CMB 01 കോമ്പോസിഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അയാൾ രജിസ്ട്രേഷന് വേണ്ടി പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം ഏതാണ്? GST രജിസ്ട്രേഷൻ 01. അതിൻ്റെ ഒപ്പം തന്നെ പാർട്ട് ബിയിലെ GSTR CMB 02 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം കൂടി പൂരിപ്പിച്ച് കൊടുത്താൽ മാത്രമേ അയാൾക്ക് എന്ത് കിട്ടുകയുള്ളൂ? കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യമാണ്, ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആനുവലി ഫയൽ ചെയ്യുന്ന ആനുവൽ റിപ്പോർട്ട് ഇനി മറ്റൊരു കാര്യമാണ്, ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ 36 ഇനി മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഞാൻ റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ ഞാൻ ഒരു കൊല്ലം ആനുവലി ഫയൽ ചെയ്യേണ്ട എൻ്റെ ആനുവൽ ടാക്സ് റിപ്പോർട്ടിൻ്റെ പേരെന്ന് പറയുന്നത് GSTR 9 എന്നാണ്. എന്നാൽ കോമ്പോസിഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഞാനെങ്കിൽ ഞാൻ ആനുവലി ഫയൽ ചെയ്യേണ്ട എൻ്റെ ആനുവൽ ടാക്സ് റിപ്പോർട്ടിൻ്റെ പേര് ഇങ്ങനെയാണ്, GSTR 9A എന്നാണ്. ഇനി മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ 1.5 കോടി രൂപയുടെ മുകളിലോ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ മുകളിലോ ഞാൻ സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ എൻ്റെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്ന 50 ലക്ഷത്തിൻ്റെ മുകളിലോ, ഞാൻ ഗുഡ്സ് വിളിക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ എൻ്റെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ 1.5 കോടി രൂപയുടെ മുകളിലോ വന്നു കഴിഞ്ഞാൽ ഞാൻ മസ്റ്റായിട്ടും ഏത് സ്കീമിലേക്ക് മാറണം? കോമ്പോസിഷൻ സ്കീമിൽ നിന്നും ഞാൻ റെഗുലർ സ്കീമിലേക്ക് മാറണം. അന്നേരവും ഞാൻ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് GSTR CMB 02 എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ്, റെഗുലർ സ്കീമിൽ പെട്ടിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും റിവേഴ്സ് ചാർജ് മെക്കാനിക്സും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. ഞാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പർച്ചേസ് ചെയ്യുന്നത് GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്യാത്ത ഏതെങ്കിലും ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്നാണെങ്കിൽ ആ ഗുഡ്സിൻ്റെ വില മാത്രം ഞാൻ അയാളുടെ കയ്യിൽ കൊടുക്കുകയും ഇതിൻ്റെ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യും? ഞാൻ തന്നെ ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ടും വരും. ഓക്കെ, അപ്പോൾ എനിക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേനയുള്ള റിവേഴ്സ് ചാർജ് മെക്കാനിക്സ് മുഖേന ഞാൻ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു മെക്കാനിക്സ് റെഗുലർ സ്കീമിൽ പെട്ടിരിക്കുന്ന ബിസിനസ്സുകാരന് മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ കോമ്പോസിഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് എങ്കിൽ അയാൾക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിക്സും അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല. അതായത് അൺരജിസ്റ്റേർഡ് കോമ്പോസിഷൻ
സ്കീമിൽ പെട്ടിരിക്കുന്ന ആൾ ഏതെങ്കിലും കാരണവശാൽ അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ടാക്സ് എമൗണ്ട് അയാൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. എന്നാൽ ഇങ്ങനെ അടയ്ക്കുന്ന ടാക്സ് എമൗണ്ടിന് ഒരിക്കലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുകയില്ല, റിവേഴ്സ് ചാർജ് മെക്കാനിസം അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ്, റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ഏതൊരു ബിസിനസ്സുകാരനും അയാൾ ഗുഡ്സ് കസ്റ്റമേഴ്സിന് വിൽക്കുമ്പോൾ കസ്റ്റമേഴ്സിന് വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വിലയോടൊപ്പം തന്നെ എന്ത് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്? ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എന്നാൽ കോമ്പോസേഷൻ സ്കീമിൽ പെട്ട ഒരു ബിസിനസ്സുകാരനാണ് ഞാനെങ്കിൽ ഞാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രം ആ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ സപ്ലയർക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ടാക്സ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് വിറ്റ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് എനിക്കില്ല. കോമ്പോസേഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ ആ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ GSTയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ബിക്കോസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് ഏതെങ്കിലും സപ്ലയറുടെ കയ്യിൽ നിന്നാണെന്ന് ഇരിക്കട്ടെ. ഞാൻ സപ്ലയറുടെ കയ്യിൽ നിന്നാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. ആ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഞാൻ കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. ഓക്കെ, കസ്റ്റമേഴ്സിന് വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വിലയോടൊപ്പം തന്നെ എന്ത് ഞാൻ കളക്ട് ചെയ്യുന്നു? ടാക്സ് എമൗണ്ടും കളക്ട് ചെയ്യുന്നു അല്ലേ? ഇങ്ങനെ ഞാൻ ഗവൺമെൻറ്റിലൊക്കെ പർച്ചേസ് വഴി അടച്ചേക്കുന്ന ടാക്സും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ടാക്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടാണ് പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടാണ് കൂടുതലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കൂടുതലായിട്ട് ഞാൻ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് എനിക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഇതിനാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരന് മാത്രമേ പറ്റുകയുള്ളൂ. ഒരിക്കലും കോമ്പോസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരന് പറ്റുകയില്ല. കാരണം എന്താണ്? കോമ്പോസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ അയാൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ ഗുഡ്സ് കസ്റ്റമേഴ്സിന് വിൽക്കുമ്പോൾ, ഈ വാങ്ങി വെച്ചിരിക്കുന്ന ഗുഡ്സ് കസ്റ്റമേഴ്സിന് വിൽക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ഗുഡ്സിൻ്റെ വില മാത്രമായി അയാൾ കളക്ട് ചെയ്യുന്നുള്ളൂ. ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ടോ? കാരണം അയാൾക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. സോ അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി മറ്റൊരു കാര്യമാണ്, റെഗുലർ സ്കീമിലാണ് എങ്കിൽ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ നടത്തുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർക്കും റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എൻ്റെ സർവീസോ കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും സ്റ്റേറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് റെഗുലർ സ്കീമിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഒരു ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററാണ്. അതായത് ഞാൻ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ എന്താണ് ഊബർ ടാക്സി അങ്ങനെ മുതലായ ഏതെങ്കിലും ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിലും എനിക്ക് ഏത് സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ? എനിക്ക് റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ കോമ്പോസേഷൻ സ്കീമിൽ പെട്ട ബിസിനസ്സുകാർക്ക് ഇപ്പം ഞാൻ കോമ്പോസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് എങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് എൻ്റെ സ്റ്റേറ്റിൽ മാത്രമേ എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. എൻ്റെ ഗുഡ്സോ സർവീസോ വേറൊരു സ്റ്റേറ്റിൽ കൊണ്ടുപോയി ട്രേഡ് ചെയ്യാൻ പറ്റുകയില്ല. അതായത് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കോ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിനോ ഒരിക്കലും കോമ്പോസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പോസേഷൻ സ്കീമിൽ കോഷ്യൽ ടാക്സബിൾ പേഴ്സൺസിന് ഒരിക്കലും GST രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേന ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്ന ബിസിനസ്സുകാർക്കും കോമ്പോസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയില്ല. ഇനി നോൺ റെസിഡൻറ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാർ, അതായത് പ്രവാസികളായിട്ടുള്ള ബിസിനസ്സുകാർ ഒരിക്കലും കോമ്പോസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒരിക്കലും എന്തെടുക്കാൻ പറ്റില്ല? കോമ്പോസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് മീഡിയം വഴി തങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാർക്കും ഒരിക്കലും GSTയുടെ അകത്ത് കോമ്പോസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയില്ല. ഇ-കൊമേഴ്സ് മീഡിയം വഴി ആമസോണോ ഫ്ലിപ്കാർട്ടോ വഴി തങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഒരിക്കലും കോമ്പോസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഈ രീതിയിലുള്ള ബിസിനസ്സുകാരൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല? കോമ്പോസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്രയുമാണ് റെഗുലർ സ്കീമും കോമ്പോസേഷൻ സ്കീമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി
കോമ്പോസിഷൻ സ്കീമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി പേഴ്സൺ ഹു അപ്ലൈസ് ഫോർ രജിസ്ട്രേഷൻ അണ്ടർ GST law may give an option pay tax under section 10 part B form GST registration 01 shall be considered as an intimation പേ ടാക്സ് അണ്ടർ കോമ്പോസിഷൻ ലെവി സ്കീം. അതായത് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും നോർമലി സാധാരണ രീതിയിൽ ഏതൊരു ബിസിനസ്സുകാരനും GST രജിസ്ട്രേഷൻ എടുക്കുന്ന പോലെ തന്നെ GST രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം 01 പൂരിപ്പിച്ച് കൊടുക്കണം. അതിൻ്റെ അകത്ത് പാർട്ട് ബിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും താങ്കൾ ഏത് രീതിയിലാണ് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. കോമ്പോസിഷൻ സ്കീം അഥവാ സെക്ഷൻ 10 പ്രകാരമാണ് ആ ബിസിനസ്സുകാരൻ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ തുടക്കത്തിൽ പൂരിപ്പിച്ച് കൊടുക്കുന്ന GST രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിനെ ജസ്റ്റ് ഒരു പ്രീ ആപ്ലിക്കേഷൻ ഫോമായിട്ട് പ്രിലിമിനറി ആപ്ലിക്കേഷൻ ഫോമായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുകയുള്ളൂ. ഇതിൻ്റെ ഒപ്പം തന്നെ ഇയാൾ എന്ത് പൂരിപ്പിച്ച് കൊടുക്കണം? ഇനി GSTയുടെ അകത്ത് സെക്ഷൻ 10 അഥവാ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരാണ് എങ്കിൽ GST രജിസ്ട്രേഷൻ ഫോം 01 പുറമെ തന്നെ ഫോം GST CMB 02 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോം കൂടി പൂരിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇതിൻ്റെ അകത്താണ് ഇങ്ങനെ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ ഓൺലൈൻ വഴി GST രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പം തന്നെ ഫോം GST CMB 02 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം കൂടി പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാകണം. അപ്പോൾ ഇങ്ങനെ പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി ഒരു വെരിഫിക്കേഷൻ കോഡ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബിസിനസ്സുകാരൻ്റെ മെയിലിലേക്കോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് വരും. അങ്ങനെ അത് രണ്ടും ക്ലിയറായിട്ട് ആ OTP കോഡ് ക്ലിയറായിട്ട് ആ പോർട്ടലിൽ ടൈപ്പ് ചെയ്യുന്നത് വഴി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമ്പോസിഷൻ സ്കീമിൽ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളുടെ കയ്യിലുള്ള ഇത്രയും നാളത്തെ സ്റ്റോക്ക് അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഗവൺമെൻറ്റിനെ ഓൺലൈൻ മുഖേന ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ സപ്പോർട്ടോടുകൂടി അറിയിച്ചിട്ടുണ്ടാകണമെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ GSTയുടെ അകത്ത് തുടക്കത്തില്ല, ഞാൻ ഇന്നേ വരെ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. എൻ്റെ വരുമാന പരിധി കഴിഞ്ഞു. GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ ഞാൻ നിർബന്ധിതനായി തീർന്നിരിക്കുന്നു. അല്ല എങ്കിൽ ഗവൺമെൻറ് പറഞ്ഞേക്കാണ് ഇപ്പോൾ നിൻ്റെ വരുമാനം എന്ന് പറയുന്നത് GSTയുടെ അകത്ത് പറഞ്ഞിരിക്കുന്ന ത്രെഷോൾഡ് ലിമിറ്റിന് മുകളിലാണ്. അപ്പോൾ നീ മസ്റ്റായിട്ട് എന്തെടുത്തുണ്ടാകണം? നീ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തുണ്ടാകണം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കോമ്പോസിഷൻ സ്കീം ആണ് എങ്കിൽ ഇത്രയും നാളും എൻ്റെ കടയിലുള്ള എല്ലാ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ വാല്യൂ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഓൺലൈൻ വഴി ഫോം GST ITC 03 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. എൻ്റെ കടയിൽ ഇപ്പോൾ നിലവിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, ആ സ്റ്റോക്കിൻ്റെ എല്ലാ വാല്യൂവും ഞാൻ എന്ത് ചെയ്യണം? ആ ഓൺലൈൻ മുഖേന അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി അറിയിച്ചിട്ടുണ്ടാകണം. ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക. GSTയുടെ അകത്ത് ഞാൻ റെഗുലർ സ്കീമിൽ നിന്നും കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ വരുമാനം കുറഞ്ഞു വന്നേക്കുവാണ്. ഓക്കെ, 1.5 കോടി താഴെ കുറഞ്ഞു വന്നു. ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാരനാണ് ഞാനെങ്കിൽ, അല്ലെങ്കിൽ സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ എൻ്റെ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ എന്ന് പറയുന്ന 50 ലക്ഷത്തിൻ്റെ താഴെ വന്നു. ഞാൻ GSTയിൽ ഇപ്പോൾ ഏത് സ്കീമിലാണ് നിൽക്കുന്നത്? റെഗുലർ സ്കീമിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറണം. ആ സമയത്ത് ഞാൻ പൂരിപ്പിച്ച് കൊടുക്കേണ്ട രജിസ്ട്രേഷനായിട്ട് ഞാൻ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് GST CMB 02 ആണ്. എന്നാൽ എൻ്റെ റെഗുലർ സ്കീമിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ എനിക്ക് എന്തിനൊക്കെയുള്ള റൈറ്റ് ഉണ്ടായിരുന്നു? എനിക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു, ഇല്ലേ? ഈ 2 കാര്യത്തെ പറ്റിയിട്ടുള്ള എൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഗവൺമെൻറ്റിൻ്റെ കൈകളിൽ ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് എത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാണ്ട് ഈ മുതലായ എല്ലാ കാര്യങ്ങളും എവിടെ കാണിച്ചിട്ടുണ്ടാകണം? ഞാൻ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ടാകണം. അത് പൂരിപ്പിച്ച് കൊടുക്കാനുള്ള അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റെഗുലർ സ്കീമിൽപ്പെട്ട ആളായ ഞാൻ
റെഗുലർ സ്കീമിൽ നിന്നും കോമ്പൻസേഷൻ സ്കീമിലേക്ക് മാറുമ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് എത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി അറിയിക്കാൻ വേണ്ടി ഞാൻ പൂരിപ്പിച്ചു കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് GST ITC 03 എന്ന് പറയുന്നത്. ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. GSTയുടെ അകത്ത് കോമ്പോസിഷൻ സ്കീം രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയൊരു വ്യക്തിയാണെങ്കിൽ അയാളുടെ സ്റ്റോക്ക് ഇത്രയും നാളുമുള്ള സ്റ്റോക്കിൻ്റെ വിവരങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ടാകണം. അതിന് അയാൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് GST ITC 03 ആണ്. ഇനി ഞാൻ റെഗുലർ സ്കീമിൽ പെട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെയുള്ള വ്യക്തിയായ ഞാൻ കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ഞാൻ അതും GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ടാകണം. അതിന് എന്നെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് ഫോം GST ഗുഡ്സ് ആൻഡ് ടാക്സ് റിപ്പോർട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 03 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ, ഇത് ഞാൻ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത് ആ ഫിനാൻഷ്യൽ ഇയറിൽ 60 ദിവസം ഏത് സമയത്താണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത് അന്ന് തൊട്ട് 60 ദിവസത്തിനുള്ളിൽ, അല്ല എങ്കിൽ റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പൻസേഷൻ സ്കീമിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന 16 ഡേയ്സിനുള്ളിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഞാൻ പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കോമ്പൻസേഷൻ സ്കീമിൽ പെട്ട ഒരു ബിസിനസ്സുകാരനാണെന്ന് കരുതുക. ഞാൻ കോമ്പൻസേഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. എൻ്റെ ബിസിനസ് സ്ഥാപനത്തിന് ഒന്നിലധികം ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ ഇടപ്പള്ളിയിൽ ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്, ഒരു കടയുണ്ടെന്ന് കരുതുക. ആ കടയ്ക്ക് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരുവനന്തപുരത്ത്, മൂന്നാർ, അതുപോലെ തന്നെ കോഴിക്കോട് എന്നീ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ബ്രാഞ്ച് ഓഫീസ് ഉണ്ട്. അപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാവുക എൻ്റെ കമ്പനിയുടെ പേരിലും എൻ്റെ ഈ ഹെഡ് ഓഫീസും ബ്രാഞ്ച് ഓഫീസിൻ്റെയും പേരിൽ ഞാൻ ഒരൊറ്റ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളൂ കോമ്പൻസേഷൻ സ്കീമിൽ, അല്ലേ? അപ്പോൾ ഈ എൻ്റെ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ എൻ്റെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ബിസിനസ് സ്ഥാപനത്തിന് എത്ര ബ്രാഞ്ച് ഓഫീസുകളുണ്ടോ ആ ബ്രാഞ്ച് ഓഫീസിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ ഹെഡ് ഓഫീസിൻ്റെയും എല്ലാം വരുമാനവും കൂട്ടി അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എല്ലാം കൂടി കൂട്ടി ആണ് ഞാൻ GSTയുടെ അകത്ത് കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യണോ അതോ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യണമോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു കമ്പനിയുണ്ട്, ആ കമ്പനിക്ക് ബ്രാഞ്ച് ഓഫീസുകളെല്ലാം കൂടി ഉണ്ട്. അതിനെല്ലാം കൂടി രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ ഒരൊറ്റ പാൻ അക്കൗണ്ട് നമ്പറിൻ്റെ കീഴിലായിരിക്കും ഈ രജിസ്ട്രേഷൻ അനുവദിക്കുക. അതായത് ഞാൻ ഈ GST രജിസ്ട്രേഷന് വേണ്ടി ഇപ്പോൾ ഞാൻ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുകയാണ്, അതിന് ബ്രാഞ്ച് ഓഫീസൊക്കെ ഉണ്ട്. എല്ലാത്തിനും കൂടി ഒരൊറ്റ GST രജിസ്ട്രേഷൻ ആയിരിക്കും. ഞാൻ ഒറ്റ രജിസ്ട്രേഷൻ ഈ എല്ലാ സ്ഥാപനത്തിനും കൂടി ഒറ്റ GST രജിസ്ട്രേഷൻ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പൂരിപ്പിച്ച് കൊടുക്കുന്നത് GST രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കും. അതിൻ്റെ പാർട്ട് A എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ പൂരിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഈ 3 ബ്രാഞ്ച് ഓഫീസിന് വേണ്ടി ഞാൻ ഒരൊറ്റ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ആയിരിക്കും നൽകുക. അത് ഈ എൻ്റെ കൊടുക്കുന്ന പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ നമ്പർ എന്ന് പറയുന്നത് ഈ 3 ബ്രാഞ്ചിനും വേണ്ടിയായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോമ്പൻസേഷൻ സ്കീമിൻ്റെ മറ്റൊരു റൂളാണ്, കോമ്പൻസേഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ബിസിനസ്സുകാരൻ അയാളുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ത്രെഷോൾഡ് ലിമിറ്റിന് മുകളിലാണെങ്കിൽ, അതായത് കോമ്പൻസേഷൻ സ്കീമിൽ തുടരുവാനുള്ള അഗ്രിഗേറ്റീവ് ടേൺ ഓവർ ലിമിറ്റ് അതിൽ കൂടുകയാണെങ്കിൽ അയാൾ കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും എങ്ങോട്ട് മാറണം, റെഗുലർ സ്കീമിലേക്ക് മാറണം. ഇല്ല എങ്കിൽ അയാൾ എന്തടയ്ക്കേണ്ടതായിട്ട് വരും, പെനാൽറ്റി, അതുപോലെ തന്നെ പിഴ മുതലായ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്, ഞാൻ ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാരനാണ്. എൻ്റെ നിലവിലത്തെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ 1 കോടി രൂപയുള്ളൂ. എന്നാൽ എൻ്റെ പിറ്റേ കൊല്ലം എൻ്റെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 2 കോടി രൂപയായി മാറിക്കഴിഞ്ഞാൽ ഞാൻ മസ്റ്റായിട്ട് എന്ത് മാറണം, ഞാൻ കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന് റെഗുലർ സ്കീമിലേക്ക് മാറണം. ഇതിൻ്റെ സെയിം സീരീസിൽ ഞാൻ സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാരനാണ് എന്ന് സങ്കല്പിക്കുക. എൻ്റെ ഇപ്പോൾ നിലവിലത്തെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ 45 ലക്ഷം രൂപയുള്ളൂ. പിറ്റേ കൊല്ലം അത് 50 ലക്ഷം രൂപയായി മാറിക്കഴിഞ്ഞാൽ ഞാൻ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഞാൻ കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും റെഗുലർ സ്കീമിലേക്ക് മാറിയിട്ടുണ്ടാകണം. ഇല്ലെങ്കിൽ പിഴ ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി മറ്റൊരു സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പോസിഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ആളുകളായിക്കോട്ടെ റെഗുലർ സ്കീമിൽ പെട്ടിരിക്കുന്ന ആളുകളായിക്കോട്ടെ അവർ പേ ചെയ്യുന്ന മറ്റു രീതിയിലുള്ള ടാക്സുകളൊക്കെ വിൽ ബി റിമെയിൻ സെയിം തന്നെയായിരിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്രയുമാണ് കോമ്പോസിഷൻ. ഈ 2 രീതിയിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുന്നത്.